ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഈ കോട്ടേഴ്സ് പൊളിക്കണം. 3 കോട്ടേഴ്സാണ്. ഇതിന് ഏകദേശം ഒരു 40 കൊല്ലം പോലെ പഴക്കമുള്ളതാണ്. ഇപ്പോൾ അത് പൊളിച്ച് ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ആൾ താമസമൊന്നുമില്ല. അപ്പോൾ പൊളിച്ച് ഒഴിവാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ പണി അതാണ്. ഇന്ന് 3 ആളുണ്ട്. നമ്മളിപ്പോൾ പൊളിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഓടൊക്കെ ഇറക്കണം. ഇതെല്ലാം കല്ലൊക്കെ വേറെ വേറെ വെക്കാനുള്ളതാണ്. കല്ലും ഓട് എല്ലാം മരങ്ങളൊക്കെ വാതിലും ഇതൊക്കെ വേറെ വേറെ വെക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പണി എടുത്തുകൊണ്ട്. ഇതിന്മേലുള്ള വാതിലൊക്കെ മൂച്ചിൻ്റെ പൊളിയാണ്. വാതിലിനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഗിൽസ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കേടെടുത്താതെ എടുത്തിട്ട് വേണം നമുക്ക് ഇത് പൊളിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കും. ഇതാണ് ബാക്കിൽ നിന്നുള്ള കാഴ്ച. അങ്ങനെ ഏകദേശം നമ്മൾ ഫസ്റ്റ് തന്നെ ഓടിറക്കാൻ പറ്റും ഉള്ള പരിപാടിയാണ്. ഇതിന് തള്ളപ്പരുണ്ട്. അപ്പോൾ ഓട് ഇറക്കാൻ വേണ്ടി ഒരാൾ മേലെ കയറി മറ്റാൾ ആദ്യം ഇറക്കിയ സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഓട് വാങ്ങും. ഓടിട്ട് കൊടുക്കാൻ പറ്റും താഴത്തേക്ക്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓടുണ്ട്. ഇട്ട് ലാസ്റ്റ് പിടിച്ച് വരുമ്പോൾ കൈയൊക്കെ ഭയങ്കര വേദന. അപ്പോൾ കൈ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം. ഒരാൾ താഴത്തേക്ക് വാങ്ങി വെക്കും. അതാണ് പരിപാടി. അപ്പോൾ തള്ളപ്പരുമ്പോൾ കയറാനും കുറച്ച് പാടുണ്ട്. എന്നാലും നോക്കിയില്ല. പിന്നെ കൂട്ടൊക്കെ ഏകദേശം ചതുരടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ ഉറപ്പിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം പൊളിഞ്ഞാടും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് സേഫ്റ്റിക്ക് അനുസരിച്ചാണ് നമ്മളിത് കൂട്ടിറക്കുന്നത്. ആ പട്ടിക ഏകദേശം കഴിഞ്ഞിട്ട് ഇനിയും കൊക്കോലും കൂടെ നീ കയറാൻ പറ്റില്ല. സൈഡിൽ നിന്ന് മാത്രമേ എടുക്കാനേ പറ്റുള്ളൂ. അതാണ് പട്ടികൻ്റെ ഒക്കെ സ്ഥിതി. ഇതാണ് കാരണം ചിലയിടത്തൊന്നും പട്ടിക ഇല്ല. പട്ടിക അറ്റ് പോയിട്ട് ഓടിൻ്റെ പിടുത്തത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. കാരണം അതിൻ്റെ മേലെ കയറി എടുക്കാൻ കഴിയില്ല. ഒരു മൂലക്കിൽ നിന്നിട്ട് ഓട് എടുത്തു കൊടുക്കണം. ആ കുളത്തിലാണ് അതിൻ്റെ കൂട്ട് എടുക്കുന്നത്. കാരണം വർഷങ്ങൾ 40 കൊല്ലം പഴക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. അപ്പോൾ അതാ മേലിന്ന് ഈസുകളിൽ ഏകദേശം പകുതിയിലേറെ ഓട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നേരെ തള്ളപ്പരൻ്റെ മതിൽമുക്കാണ് നമ്മൾ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് വേണം അവിടുന്ന് ഇറങ്ങിയിട്ടാണ് താഴത്തേക്ക് ഇറങ്ങാനുള്ളത്. കാരണം ഇതിൽ കൂടെ ഇറങ്ങാൻ ഇനി പറ്റില്ല. കാരണം ഇവിടെ പട്ടിയൊക്കെ പറ്റ പോയിട്ടുണ്ട്. അപ്പോൾ ചൊട്ടികളിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നടുക്ക് കൂടെ കോണിച്ചിട്ട് ഇറങ്ങുകയാണ് ഉള്ളിലേക്ക്. വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ എന്താ പറയുക, നല്ല വെയിലുമാണ്. അത്യാവശ്യം പൊരിഞ്ഞ വെയിൽ തന്നെ. 12:30 ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വെയിൽ തന്നെ നമ്മൾ വിചാരിക്കുക നല്ല ചൂടാണ് അന്നത്തെ ദിവസം. അങ്ങനെ നമ്മൾ താഴത്ത് ഇറങ്ങിയതാ. അപ്പോൾ മേലത്തെ 2 സൈഡിലും ഓടുകളൊക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുൻഭാഗത്ത് നിന്ന് ഈ സൈഡിലത്തെ തള്ളപ്പൻ്റെ ഓട് ഇറക്കാണ്ട് അതും ഏകദേശം ഇറക്കി കഴിഞ്ഞ്. അപ്പോൾ ഏകദേശം ഈ മൂലകിൽ മാത്രം ഓട് മാത്രമേ ഉള്ളൂ ഇനി ഇറക്കാൻ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് കൂട്ട് ഇറക്കേണ്ട പരിപാടിയുള്ളത്. അപ്പോൾ അതിൻ്റെ ഓട് ഇങ്ങനെ വാങ്ങി വെച്ചാൽ കഴിഞ്ഞ് പിന്നെ കൂട്ട് പട്ടിക എടുത്തിട്ട് വേണം കൂട്ട് ഇറക്കാൻ. അപ്പോൾ കൂട്ട് കുറേ ചെതലൊടിച്ച് പോയതുകൊണ്ട് വലിയ സീനില്ല. എന്നാലും നല്ല കൂട്ടിപ്പിടുത്തുണ്ട്. പഴയ കൂട്ടല്ല, കൂട്ടിപ്പിടുത്തുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഓട് ഇറങ്ങി കഴിഞ്ഞ് മൂലോടൊക്കെ എല്ലാം ഇറക്കി വെച്ച് സെറ്റപ്പാക്കി നമ്മൾ പട്ടിക ഊരിക്കാണ്ട് കക്കോലൊക്കെ ഊരണം. അതിനുള്ള പരിപാടി തന്നെയാണ്. വള നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഊരിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ഇനി ഫുള്ള് പട്ടിക അയച്ചാൽ ഒരു കൂട്ടിറക്കുക. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇറങ്ങി ചോറിൻ്റെ ടൈം ആയിക്കണ്. നല്ല പൊരിഞ്ഞ വെയിലുമാണ്. ഇപ്പോൾ പൊരിഞ്ഞ വെയിലാണ് ഈ നേരത്തെ. അപ്പോൾ അത് കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇറങ്ങി. കഞ്ഞി ഈ കണ്ട ആളാണ് നമ്മളെ മുതലാളി. അപ്പോൾ മൂപ്പര ഇതാണിത് പൊളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മേലത്തെ കൂട്ടൊക്കെ ഇറക്കിയാണ്. അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം മേലെ 3 ആളും മേലെ ആയതുകൊണ്ട് ആർക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കൂട്ടൊക്കെ മേലത്തെ കൂട്ടൊക്കെ ഏകദേശം ഇറക്കി ഒഴിവാക്കി. കാരണം ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ മേലത്തെ കൂട്ട് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം കൂട്ടൊക്കെ ഇറക്കി സെറ്റായി. മേലത്ത് തള്ളപ്പരൻ്റെ കൂട്ടൊക്കെ ഇറങ്ങി. ഞടിയത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ പൊളിക്കാനുള്ള പരിപാടി ഉണ്ട്. ഇനിയിപ്പോൾ ചോർന്നിട്ട് പണി തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ സൈഡ് പൊളി തുടങ്ങണം. കല്ല് അടർത്തിയെടുത്തിട്ട് കിട്ടുന്ന കല്ല് നമുക്ക് എന്ത് ചെയ്യണം, വെട്ടിയേക്കണം. ആ മേലിൽ നിന്ന് കൂട്ടിറക്കിയിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി പൊളി തുടങ്ങുകയാണ്. നമ്മൾ ചെറിയ ആമ്പ വെച്ചാണ് അടിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ വലിയ ആമ്പ വെച്ച് അടിച്ചാൽ പഴയ കല്ലാണ്.
അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ചെറിയ ഹാമറായിട്ട് തട്ടി തട്ടി ഓരോ കല്ല് തട്ടി തട്ടി എടുക്കുമ്പോൾ ഒരു ഇതൊക്കെ കിട്ടും. അങ്ങനെ അപ്പോൾ മേലത്തെ തള്ളപ്പേൻ്റെ പടം ഏകദേശം കഴിച്ചുകൊണ്ട് പിന്നെ അടിയിലെ കൂട്ടിറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ വള കട്ട് ചെയ്യാണ്. വള കട്ട് ചെയ്തുകൊണ്ട് കൂട്ട് മറ്റ് വലിച്ചൂരി ഇറക്കുകയാണ്. വള കട്ട് ചെയ്യാൻ ഊരി എടുക്കാൻ വലിയ പാടാണ്. ഇനിയിപ്പോൾ വളൻ്റെ ആവശ്യം വരുന്നില്ല, അത് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ വള മാത്രം ഞങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് പൊന്തിച്ചുകൊണ്ട് എടുക്കുകയാണ്. അതാണ് ഏറ്റവും സുഖം. കാരണം വള ഊരാന്ന് നോക്കിയാൽ പിന്നെ നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നേരെ പട്ടിക അടർത്തിക്കാണ്ട് എന്ത് ചെയ്ത് നമ്മൾ വള കട്ട് ചെയ്ത് കട്ടറച്ച് കട്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കൂട്ടൊരു സൈഡിൽ നിന്ന് പൊന്തിച്ചു. അപ്പോൾ ഒരു സൈഡിൽ പൊളിക്കുന്നുണ്ട് കല്ല്. ഒരു തളവൻ്റെ മതിലൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞിരിക്കണം ഏകദേശം. അപ്പോൾ നമ്മൾ ഈ കൂട്ടും കൂടി ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഇവിടെയും പൊളി തുടങ്ങാം അതിനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് ഏകദേശം ആ കൂട്ടൊക്കെ ഇറങ്ങി ഇവിടെ നമ്മളെ പിള്ളേർ താഴത്തെത്തിക്കണ പൊളിച്ച്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടാമത്തെ ദിവസം. പിന്നെ മൂന്നാമത്തെ ദിവസമാണിത്. പിന്നെ ഏകദേശം അടിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെ മെഷീൻ ഉണ്ടായിരുന്നു. ആ മെഷീൻ ഓരോ കല്ല് അടർത്തും. ഒരാൾ അടർത്തിയിട്ട് ഒരാൾ കല്ല് അട്ടിവെക്കും, രണ്ടാൾക്ക് കല്ലട്ടിവെക്കും. അങ്ങനെ പരിപാടി. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. കാരണം കല്ല് കേടെടുത്താതെ എടുക്കാൻ കഴിയണമെന്നും നോക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കല്ലൊന്നും കേടെടുത്ത് അത് നമ്മൾ അത് ശരിക്കും അടർത്തിയിട്ട് തന്നെ എടുത്തത്. അതുകൊണ്ടാണ് കുറച്ച് ടൈം വൈകിയിരിക്കണം. എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്താ വെച്ചാൽ ഈ കല്ലുകൊണ്ട് നമുക്ക് അവിടെ കുറച്ച് മതിലുകളൊക്കെ കെട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കല്ല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. മറ്റേതല്ല ഇത് പൊട്ടിക്കാതെ എടുത്തത്. പിന്നെ ഇതിൽ കറണ്ട് കട്ട് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. കറണ്ടിൻ്റെ അപ്പോൾ 2 ഫില്ലർ അവിടെ ഞങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ മീറ്ററുള്ള ബോർഡിൻ്റെ മതിൽ മാത്രം അവിടെ വെക്കും, ബാക്കിയൊക്കെ പൊളിച്ച് ഒഴിവാക്കും. അങ്ങനെ ഇപ്പോൾ ഏകദേശം പൊളികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ പഴയ കാലത്തെ കുഴിഡീസ് വെച്ചുകൊണ്ട് അടുപ്പ് സ്ലാബിന് പകരം കുഴിഡീസ് വെച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, അടുപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അതാണ് ആ കാണുന്നതാണ് അതിൻ്റെ മേലെ നിന്ന് അടുപ്പ്. അതൊക്കെ പൊളിച്ചിപ്പോൾ തമർത്തി ഏകദേശം തമർത്തി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കാണുന്ന മതിൽ പൊളിച്ചിട്ടില്ല. അവിടെ മീറ്റർ വരുന്നുണ്ട്. ആ മീറ്റർ വരുന്ന ആ 3 മതിലവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പൊളിച്ച് തമർത്തി. ഇനി ഉള്ളത് എന്താ വെച്ചാൽ ഇനി തറ കീറിയിട്ടെടുക്കണം. അപ്പോൾ അങ്ങനെ ഇനി ചെയ്യണില്ല. ഇനി JCB കൊടുത്തുകൊണ്ട് ഫുള്ള് നിരത്തിയിട്ട് മണ്ണ് നന്നായിട്ട് കച്ചറ ഒഴിവാക്കുകയാണ്. അതിനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ എന്താണ് നമ്മൾ മാന്തി എടുക്കൽ നടക്കില്ല. അങ്ങനെ എടുക്കണമെങ്കിൽ ഒരുപാട് പണിക്കൂലിയാവും. അപ്പോൾ പിന്നെ ഏകദേശം ഞങ്ങൾ കഴിഞ്ഞതാ വണ്ടി എടുത്ത് പോകണം. ബിക്കാസും കുറേ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളെ അടുത്ത അയലൊക്കെ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിതാ പോവാണ്. അപ്പോൾ നമ്മളൊപ്പമുള്ള ആൾ വീഡിയോ എടുക്കണേ. അപ്പോൾ നമ്മളാണ്ട് വിട്ട് ഇതാകണം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ JCBക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് ഇത് ഫുള്ള് ക്ലീനാക്കി കൊടുക്കുന്നുള്ള ഇതിലാണ് നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ അടുത്ത പുതിയ വീഡിയോയുമായി വരാം. ഓക്കെ, താങ്ക് യു.